ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്. വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. ആയിരിക്കണം സഖാവേ, അങ്ങനെ തന്നെ പരിശുദ്ധമായിരിക്കണം സഖാവേ, അങ്ങനെ തന്നെ ആയിരിക്കണമേ, പരിശുദ്ധമായിരിക്കണമേ എന്നാണ് അങ്ങയെയും അങ്ങയുടെ പാർട്ടിയെയും നെഞ്ചേറ്റുന്ന ലക്ഷക്കണക്കിന് കേരളീയർ ആഗ്രഹിക്കുന്നതും അവർ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതും. അങ്ങയുടെ കൈകൾ അശുദ്ധമായാൽ, ആ കൈകളിൽ അഴിമതിയുടെ കറ വീണാൽ അതൊരു മഹാപ്രസ്ഥാനത്തെയാണ് ബാധിക്കുക എന്നുള്ള വേവലാതിയിലാണ് ഈ കേരളത്തിലെ ഒരു വലിയ പ്രസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരും അനുയായികളും ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും. സഖാവിന് നല്ലതുപോലെ അറിയാം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില നിയമങ്ങളുടെ പ്രത്യേകത, ഒരാളുടെ മേലെ, പ്രത്യേകിച്ചും അധികാരത്തിലിരിക്കുന്ന ഒരാളുടെ നേരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് ഈ ആരുടെ മേലെയാണോ ആരോപണം ഉന്നയിക്കപ്പെട്ടത് അയാളുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഈ നാട്ടിലെ ഒരു പ്രത്യേകത. അതല്ലാതെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊന്നും പറഞ്ഞിരുന്നാൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം ഇന്നില്ല എന്നുള്ളതാണ്. ഈ ഇല്ലാണ്ട് പുകയുണ്ടാകുമോ എന്നേ നമ്മുടെ നാട്ടുകാരൊക്കെ ചോദിക്കുള്ളൂ. ആ സംശയം ബാക്കിയാവും. അതാത് സമയത്ത് പറയാനുള്ളത് നമ്മുടെ ജനതയോട്, നമ്മുടെ ജനസമൂഹത്തിനോട്, പ്രത്യേകിച്ചും താങ്കളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ മുന്നാകെ സത്യങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ട്. അതല്ലാതെ നിയമത്തിൻ്റെ വഴിക്ക് വരട്ടെ, നേരിടാം, കണ്ടോളാം, ഏത് അന്വേഷണവും വരട്ടെ, ഏത് ഏജൻസിയും വരട്ടെ എന്നൊക്കെ പറഞ്ഞു നിന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ കാലങ്ങൾ കടന്നു പോകും. അതിനുള്ളിൽ താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും മഹാപരിക്കേൽക്കേണ്ടി വരും. ഒരുപക്ഷെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചതുപോലെ ഇവിടെ കേരളത്തിലും സംഭവിക്കും സഖാവേ. അതുകൊണ്ട് സഖാവിന് പറയാനുള്ളത് പറഞ്ഞോളൂ, ജനം കേൾക്കട്ടെ. എന്താണ് സഖാവിന് പറയാനുള്ളത്? ഇനിയും ശുദ്ധമായിരിക്കും, ഇതിൽ കറവരുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. പണ്ട് എനിക്കെതിരെ ഒരു CBI അന്വേഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവതരിക്കുകയാണ് CBIയുടെ മുന്നിലേക്ക്. അയാൾ പറഞ്ഞു, 96 കേട്ടോ, 1996 തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മനുഷ്യൻ കണ്ണൂർ വന്നിരുന്നു. അയാൾ കോടികൾ 2 or 3 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, 2 കോടിയോ 3 കോടിയോ എനിക്ക് തന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് തരുന്നത്? ഞാൻ വൈദ്യുതി മന്ത്രിയാകാൻ ഇടയുണ്ട് എന്നറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ ഗവൺമെൻറ് രൂപീകരിക്കും എന്നുള്ളത് പറയും, പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും, മന്ത്രിയായിട്ട് പിണറായി വിജയനാണ് വരാൻ പോകുന്നത്. ആ ധാരണയിൽ ഈ പറയുന്ന കോടി 2 or 3 എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു എന്നാണ് ഇയാളുടെ പരാതി. സ്വാഭാവികമായിട്ടും CBI അന്വേഷിക്കുമല്ലോ. ഞാനും ഞങ്ങളൊക്കെ സ്വീകരിക്കുന്ന നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഏത് അന്വേഷണമായാലും അതുമായി സഹകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് സഹകരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. CBIക്ക് പൂർണ്ണ ബോധ്യമാവുകയും ചെയ്തു. ഏത് പെറ്റീഷനല്ല, എൻ്റെ നിലപാടാണ് ശരിയെന്ന് CBIക്ക് ബോധ്യമായി. താങ്കളുടെ ഈ വാർത്താ സമ്മേളനം കേട്ട താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പങ്കുവെച്ച ചില കാര്യങ്ങൾ കൂടെ പറയാം. അത് സഖാവേ, കാലം 1996, 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. അതിനുശേഷം ഒരുപാട് വെള്ളം ചാലിയാർ പുഴയിലൂടെയും ഭാരതപ്പുഴയിലൂടെയും പെരിയാറിലൂടെയും പമ്പയാറിലൂടെയും ഒഴുകിപ്പോയി. അന്നത്തെ ഒരു ജനസമൂഹമല്ല ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്, ജെൻസി യുഗമാണ്. ഇപ്പോൾ സഖാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത സെക്കൻഡിൽ അവരുടെ കൈകളിലിരിക്കുന്ന ചെറിയ സ്ക്രീനുകളിൽ അതെല്ലാം വരും, ഉടനെ കിട്ടും. അതിനെ അവർ പെരുപ്പിക്കും, പറയാത്തത് പറയും, അതിലെ കട്ട് ചെയ്ത് ചില ഭാഗങ്ങൾ അവർ മറ്റൊരു വിധത്തിൽ അത് പ്രചരിപ്പിക്കും, മറ്റ് പല വിധത്തിലും അതിന് വ്യാഖ്യാനം നൽകും, ആഖ്യാനം നൽകും. അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്ന് സഖാവ് മറന്ന് സത്യസന്ധമായി അന്വേഷണം വരട്ടെ, അന്വേഷിക്കട്ടെ, കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാവെടുക്കുന്നതിന് മുമ്പേ താങ്കളെയും താങ്കളുടെ പ്രസ്ഥാനത്തെയും നാറ്റിക്കുന്ന 100 കഥകൾ ഇവിടെ മെനഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കും. അതിനെ തടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, അത് അതിവേഗം നടക്കും. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ലാവ്ലിൻ കേസ് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കും തോറും ആയുധമെടുത്ത് താങ്കളെയും താങ്കളുടെ പ്രസ്ഥാനത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നില്ലേ?
കഴിഞ്ഞ 10 വർഷം താങ്കൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കാലയളവിൽ എത്രയെത്ര ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെ ഉണ്ടായിരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കഥ താങ്കൾ ഓർക്കുന്നില്ലേ? ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, ഈത്തപ്പഴത്തിൻ്റെ പേരിൽ സ്വർണം കടത്തി, ബൈബിളിൽ സ്വർണം കടത്തി, അങ്ങനെ എന്തെല്ലാം കഥകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടാക്കിയത്. അക്കാലത്ത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഈ അന്തിപ്പാട്ട് ഈ ഒരു കഥ മാത്രമായിരുന്നു. എത്ര കാലമാണ് അവർ അത് പാടിക്കൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ താങ്കളെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു പുറത്താക്കാൻ പറ്റുമെന്ന് നോക്കി. പക്ഷെ എന്തോ ജനം അതിന് കൂട്ടുനിന്നില്ല. പക്ഷെ 2026 അവരുടെ ലക്ഷ്യം സാധിച്ചു. അവർ അതിനുള്ള റിസർച്ച് നടത്തി, അതിനുള്ള ഫലം കണ്ടു. അതെങ്ങനെ വർക്കൗട്ടായി എന്നുള്ളത് താങ്കളുടെ ശുദ്ധഗതി കൊണ്ട് അത് മനസ്സിലാക്കാതെ പോയതാണോ എന്നറിയില്ല. അത് എന്തുകൊണ്ട് താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് അത് താങ്കളുടെ പാർട്ടിയും താങ്കളും വിലയിരുത്തേണ്ടതാണ്. ശരി, ഞങ്ങൾ കേൾക്കാം. എന്താണ് ഈ പുതിയ ആരോപണത്തെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ഇത് നേരിട്ടുള്ള അറ്റാക്കാണല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തും താങ്കൾക്ക് നേരിട്ടുള്ള ബന്ധം തന്നെയാണ് ആരോപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആ വഴിയല്ലാതെ ഒന്ന് വളഞ്ഞ താങ്കളുടെ മകൾ വഴിയാണല്ലോ അറ്റാക്ക്. അതിൽ കുറച്ച് വസ്തുതകളുമുണ്ട് എന്നുള്ള സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തെളിച്ചു പറഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അതല്ലാതെ അവിടെ തൊട്ട് ഈ പറഞ്ഞ കൈ ഉയർത്തി ശുദ്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പൊതുജനത്തിനും കൂടെ ബോധ്യം വരണ്ടേ? നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അത് അതിൻ്റെതായ സമയമെടുക്കട്ടെ. അവിടെ സഖാവിൻ്റെ കുടുംബത്തിൻ്റെയും നിരപരാധിത്വം അവിടെ തെളിയിക്കട്ടെ. അത് സമയമെടുത്ത് ചെയ്യട്ടെ. പക്ഷേ ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയത്തിൻ്റെ ഒരു നിഴലും ബാക്കിയുണ്ടാവാൻ പാടില്ല. അത് ബോധ്യപ്പെടുത്തേണ്ടത് സഖാവിൻ്റെ കൂടെ കടമയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് സഖാവിൻ്റെ ബാധ്യത കൂടിയാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് സഖാവിന് പറയാനുള്ളത്? ഇങ്ങനെ നമ്മുടെയൊക്കെ പിന്നാലെ ചില ആൾക്കാർ ദീർഘകാലമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിൽ പെടുത്താൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ശ്രമങ്ങൾ പല വഴിക്ക് തുടരും. ഇതിൽ നിർഭാഗ്യകരമായ ഒരു വശം, ഈ അന്വേഷണ ഏജൻസികൾ അവരുടെ മുന്നിൽ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ മറ്റോ ഒരു തടസ്സവും ഞങ്ങളാരും പറയുന്നില്ല. അവർ കൃത്യമായ നിയതമായ നിയമ നടപടികൾക്കാണ് തയ്യാറാകേണ്ടത്. പക്വമായ ഒരു പ്രതികരണം. പക്ഷെ അതുകൊണ്ടൊന്നും ഇന്നത്തെ ഈ ലോകത്ത് വലിയ പ്രയോജനമില്ല സഖാവേ. ആകട്ടെ, ബാക്കി കൂടെ കേൾക്കട്ടെ. അതാണ് നമ്മുടെ നാട് രാജ്യവും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ ഉടമയല്ലാലോ. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണമൊന്നുമല്ലാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എത്രയാണെന്നുള്ളത്. പണത്തിന്റെ വലിപ്പമൊന്നുമല്ല സഖാവെ പ്രശ്നം. അത് 152 കോടി CMRL വഴിവിട്ട് സഹായിച്ചു എന്ന് പറയുന്നിടത്ത് ഇത് 2.25 കോടിയേ ഉള്ളൂ. ബാക്കി 179 കോടിയെ പറ്റി അന്വേഷണവും നടക്കുന്നില്ല. സഖാവ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ വിഷയം അതല്ല. ലക്ഷ്യം പിണറായി വിജയനെയും മകളെയും ആ കുടുംബത്തെയും ആ പ്രസ്ഥാനത്തെയും നാറ്റിക്കുക തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടമുണ്ടല്ലോ എൻ്റെ സഖാവേ, അത് ചില്ലറയൊന്നുമല്ല. അത് കേരളത്തിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് സഖാവിന് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. സഖാവ് പറഞ്ഞാട്ടെ. എൻ്റെ മകളായതുകൊണ്ട് വിചിത്രമായ നടപടികൾ കൂടി വരികയാണല്ലോ. ED പത്രക്കുറിപ്പ് പുറത്തിറക്കും. സാധാരണ ഏതെങ്കിലും കേസിൽ അങ്ങനൊരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കാറുണ്ടോ? പത്രങ്ങൾ വാർത്തകൾ എടുക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ്. സാധാരണ വെബ്സൈറ്റിലാണ് വിവരങ്ങൾ കൊടുക്കുക. അവർ അകത്ത് ED കൃത്യമായി ആ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ, പത്രക്കുറിപ്പിൽ പിണറായി വിജയൻ എന്നല്ല P വിജയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ പറയാനിടയാകുന്നത്? എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിനെപ്പറ്റി തർക്കമല്ല. പക്ഷേ എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? എന്താണ് അങ്ങനെ ഒരു വിചിത്രമായ നിലപാട് ഉണ്ടാകാൻ കാരണം? എന്ത് കാരണത്താലാണ് ഇത്തരമൊരു പ്രസ്താവന നേരത്തെ കൊടുക്കൽ? ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണല്ലോ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ
എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. അങ്ങനെയുള്ളതിൽ ഏറ്റവും അധികം എന്നോട് വലിയ ഇത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാള മനോരമ. മാമൻ മാത്യു ആണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ. മാമൻ മാത്യുവിന് മലയാള മനോരമയിൽ നിയന്ത്രണമില്ലയെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇവർ സാധാരണ നിലവിട്ടാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത്? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു എന്നോ അങ്ങോട്ട് അയച്ചു എന്നോ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായല്ലോ. തയ്യാറായില്ലേ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമയ്ക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കുകയല്ലേ വാർത്ത? അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു? അവരുടെ ലക്ഷ്യം സാധിച്ചു എന്ന് തന്നെയാണ് താങ്കളുടെ പാർട്ടിയിലെ പലരും വിശ്വസിക്കുന്നത്. താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും ഒരു തുടർ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിച്ചു. ഇനി ഒരിക്കലും കേരളത്തിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു വരാനാവാത്ത വിധം താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും നശിപ്പിച്ചു കളയുക എന്നൊരു ഉദ്ദേശം കൂടെ അവർക്കുണ്ട്. അതിനുള്ള നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള കഥകളാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതവർ തുടർന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് താങ്കളുടെ പാർട്ടിയിലെ അണികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എതിരെ വരുന്ന ആരോപണങ്ങൾക്ക് തക്ക സമയത്ത് തക്കതായ മറുപടി കൊടുത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നത് മാത്രമേ കരണീയമായുള്ളൂ എന്ന് മാത്രമാണ് താങ്കളുടെ പാർട്ടിക്കാർ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.